ഇന്ത്യ ഒരു മതരാഷ്ട്രമായാൽ പാകിസ്ഥാന്റെ ഗതിയാകും ഇന്ത്യക്ക് വരാൻ വേണ്ടി പോകുന്നത്. പാകിസ്ഥാൻ എങ്ങനെ പിളർന്നോ സമാനമായ രൂപത്തിൽ മതരാഷ്ട്രമായ ഇന്ത്യയും പിളരും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. തദ്ദേശ വകുപ്പിന്റെ ചുമതല വഹിച്ചിരുന്ന സമയത്ത് മന്ത്രി എന്നുള്ള നിലയിൽ ശബരിമലയിലെ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാൻ വേണ്ടി, അവിടെ തീർത്ഥാടകർക്ക് സൗകര്യമൊരുക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ കൂടെ, അവരുടെയൊക്കെ കൂടെ ഞാനും പോയി ശബരിമലയിൽ. അന്നാണ് ഈ മുരളീധരൻ ചോദിച്ചത്, ജലീലിന് ശബരിമലയിൽ എന്ത് കാര്യം എന്ന്. പക്ഷേ മുരളീധരനോട് നമ്മൾ ആരും ചോദിച്ചില്ല, മുരളീധര താങ്കൾക്ക് എന്താണ് മദീനത്ത് കാര്യം? ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രവാചകൻ അന്ത്യവിശ്രമം കൊള്ളുന്ന ഭൂമിയിൽ അങ്ങേക്ക് എന്ത് കാര്യമെന്ന് നമ്മൾ ആരും ചോദിച്ചില്ല. അതാണ് സംഘികളും സംഘികളല്ലാത്തവരും തമ്മിലുള്ള വ്യത്യാസം. അത് മനസ്സിലാക്കാൻ സംഘികൾക്ക് എന്ന് കഴിയുന്നു, അന്നേ ഈ രാജ്യത്തിന് മോചനവും മുക്തിയും ഉണ്ടാകും. നമ്മളുടെ രാജ്യം ഒരു മതനിരപേക്ഷ ബഹുസ്വര രാഷ്ട്രമാണ്. ഈ രാജ്യത്തിന്റെ ബഹുസ്വരതക്ക് എത്രയോ നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. മതത്തിന്റെ പേരിലുള്ള സംഘർഷങ്ങളും കലാപങ്ങളും ഇന്ത്യയുടെ പ്രാചീന ചരിത്രത്തിലോ മധ്യകാല ചരിത്രത്തിലോ നമുക്ക് കാണാൻ കഴിയില്ല. ആരാധനാലയങ്ങൾ തകർക്കപ്പെട്ടതും ചരിത്രത്തിൽ കേട്ടുകേൾവിയില്ല. നീണ്ട 800 വർഷക്കാലം തുടർച്ചയായി ഭരിക്കുന്ന ഭരണകർത്താവിന്റെ മതം, വിശ്വാസം ഇന്ത്യയിലെ ജനങ്ങൾ നോക്കിയിരുന്നു എങ്കിൽ 8 നൂറ്റാണ്ട് തുടർച്ചയായി മുസ്ലിം ചക്രവർത്തിമാർക്ക് ഇന്ത്യ ഭരിക്കാൻ സാധിക്കുമായിരുന്നില്ല. എല്ലാവരെയും ഉൾക്കൊണ്ടാണ് നമ്മളുടെ രാജ്യം എന്നും മുന്നോട്ട് പോയത്. ഇന്ത്യയിലെ ഭൂരിപക്ഷ മതസമുദായമായ ഹൈന്ദവ സമൂഹം എല്ലാ മതവിഭാഗക്കാരെയും ഇരു കൈകളും നീട്ടി സ്വീകരിച്ചു. ആ മതങ്ങൾക്ക് പ്രചാരണം നടത്താനുള്ള സാഹചര്യങ്ങളും അവസരങ്ങളും ഒരുക്കി. തങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് മറ്റു മതങ്ങളിലേക്ക് ആളുകൾ പരിവർത്തനം ചെയ്തു പോയപ്പോ ഒരു അസഹിഷ്ണുതയും ഇന്ത്യയിലെ ഹൈന്ദവ മതവിശ്വാസികൾ കാണിച്ചില്ല. അതിന്റെ ഫലമാണ് ലോകത്തിലെ എല്ലാ മത വിശ്വാസധാരകൾക്കും പ്രത്യയശാസ്ത്രങ്ങൾക്കും ഇന്ത്യയിൽ അനുയായികൾ ഉണ്ടായതിന്റെ പൊരുൾ. ആ ബഹുസ്വര സംസ്കാരത്തെ തകർക്കാൻ, വർഗീയമായി രാജ്യത്തുള്ള ജനങ്ങൾക്കിടയിൽ ചേരിതിരിവുകൾ സൃഷ്ടിക്കാൻ ശ്രമങ്ങൾ ആരംഭിച്ചത് വൈദേശിക ആധിപത്യത്തിന്റെ തുടക്കത്തോടു കൂടിയാണ്. ആദ്യമെത്തിയ പോർച്ചുഗീസുകാർ ഇന്ത്യയിലെ ഹിന്ദു മുസ്ലിം ജനവിഭാഗങ്ങളെയും ചക്രവർത്തിമാരെയും 2 തട്ടുകളിലാക്കി നിർത്തി അവരെ ശത്രുക്കളാണെന്ന് പഠിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു. എന്നാൽ പോർച്ചുഗീസുകാർക്കെതിരായി എല്ലാ വിഭാഗം ജനങ്ങളും ഒരുമിച്ച് നിന്ന് പൊരുതി. അതിന്റെ ഫലമായി പോർച്ചുഗീസ് ശക്തി നമ്മളുടെ രാജ്യത്ത് ക്ഷയിച്ചു. ബ്രിട്ടീഷുകാരാണ് ഹിന്ദു മുസ്ലിം ക്രൈസ്തവ ജനവിഭാഗങ്ങളെ വ്യത്യസ്ത വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെന്റ്സുകളിലാക്കി മാറ്റി നാട്ടിൽ വർഗീയതയുടെ വിഷവിത്ത് പാകിയത്. ബാബറി മസ്ജിദ് രാമജന്മഭൂമി തർക്കത്തിന്റെ തുടക്കം പോലും ഏത് വർഷത്തിലാണ് ആരംഭിച്ചത് എന്ന് നോക്കിയാൽ ബ്രിട്ടീഷുകാരുടെ കള്ളക്കളി നമുക്ക് ബോധ്യമാകും. ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടത് 1992 ഡിസംബർ 6-ാം തീയതിയാണ്. അവിടെ ഉണ്ടായിരുന്ന രാമക്ഷേത്രം തകർത്താണ് ബാബറി മസ്ജിദ് പണിതത് എന്നാണ്
മതാന്ധതയുടെ മതഭ്രാന്തിന്റെ ശക്തികൾ രാജ്യത്ത് പ്രചരിപ്പിച്ചത്. സത്യത്തിൽ അങ്ങനെ ഒരു തകർക്കൽ അന്ന് നടന്നിരുന്നു എങ്കിൽ ഇന്നത്തെക്കാൾ അധികം ഭൂരിപക്ഷ മതസമുദായമായി അറിയപ്പെട്ടിരുന്ന ഹൈന്ദവ സമൂഹം അന്ന് തന്നെ അതിനെതിരായി ശക്തമായി പ്രതികരിക്കുമായിരുന്നു. അത്തരത്തിലുള്ള ഒരു പ്രതികരണവും ചരിത്രത്തിൽ എവിടെയും നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല. വ്യത്യസ്ത മതവിഭാഗങ്ങളുടെ ആരാധനാലയങ്ങൾ അടുത്തടുത്ത് പണിയുക എന്നുള്ളത് ആ കാലത്ത് ചക്രവർത്തിമാർ സ്വീകരിച്ച ഒരു സമീപനമായിരുന്നു. അതിന്റെ ഫലമാണ് കാശിയിലെ പ്രസിദ്ധമായിട്ടുള്ള ഹൈന്ദവ ക്ഷേത്രത്തിന്റെ സമീപത്ത് ഗ്യാൻവാപ്പി മസ്ജിദ് പണിതത്. ഗ്യാൻവാപ്പി മസ്ജിദ് കാശിയിലെ പ്രസിദ്ധമായിട്ടുള്ള ക്ഷേത്രം സന്ദർശിക്കുന്ന ഏതൊരാൾക്കും കാണാൻ സാധിക്കും. ഞാൻ കാശിയിലെ ക്ഷേത്രം സന്ദർശിച്ചിട്ടുണ്ട്. അവിടെ പോയി അവിടെ നടക്കുന്ന കാര്യങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. അതിനോട് തൊട്ടുരുമിയാണ് ഗ്യാൻവാപ്പി മസ്ജിദ് സ്ഥിതി ചെയ്യുന്നത്. അവിടെ ഓരോ നമസ്കാര സമയത്തും കൂട്ടമായി ആളുകൾക്ക് നമസ്കരിക്കാനുള്ള സൗകര്യത്തിന് പള്ളി തുറന്നു കൊടുക്കും. ജനങ്ങൾ അവിടെ ആരാധനാകർമ്മം നിർവഹിച്ച് തിരിച്ചു പോകും. കാശിയിലെ പ്രസിദ്ധമായ ക്ഷേത്രത്തിന്റെ സമീപത്ത് നിരവധി മുസ്ലിം കച്ചവടക്കാരെ എനിക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞു. വർഷങ്ങൾക്ക് മുൻപാണത്. സാഹോദര്യവും സൗഹൃദവും അതിന്റെ പൂർണ്ണതയിൽ പൂത്തുലഞ്ഞ ഒരു രാജ്യമാണ് നമ്മളുടേത്. ആ രാജ്യത്താണ് BJPയും RSSും വ്യത്യസ്ത ജനവിഭാഗങ്ങളെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ വിഭജിക്കുവാനുള്ള നീക്കങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത്. ഒന്നാം മോദി സർക്കാർ അത്രയൊന്നും അതിന് ശ്രമം നടത്തിയില്ല. പക്ഷേ രണ്ടാം മോദി സർക്കാർ ഓരോന്നോരോന്നായി നിയമനിർമ്മാണങ്ങളിലൂടെ നടപ്പിലാക്കാൻ വേണ്ടി തുടങ്ങി. അവർ ഈ രാജ്യത്തെ ഒരു മതരാഷ്ട്രമാക്കുവാനാണ് ശ്രമങ്ങൾ നടത്തുന്നത്. ഇന്ത്യക്കൊരിക്കലും ഒരു മതരാഷ്ട്രമാകാൻ കഴിയില്ല. രാജ്യത്തുള്ള ജനങ്ങളെ മതത്തിന്റെ പേരിൽ ഒരു രാഷ്ട്രമാക്കി ഒരുമിപ്പിച്ച് നിർത്താൻ പാകിസ്ഥാന് പോലും സാധിച്ചിട്ടില്ല. ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാൻ വിഭജിക്കപ്പെട്ടു പോയത് മതത്തിന്റെ പേരിലാണ്. എന്നാൽ അതേ ഇസ്ലാം മതവിശ്വാസികൾ മാത്രമുള്ള പാകിസ്ഥാൻ പിന്നീട് എന്തിനാണ് ബംഗ്ലാദേശ് എന്ന് പറയുന്ന മറ്റൊരു രാജ്യമായി രണ്ടായി പിളർന്നത്? ഒരു മതാധിഷ്ഠിത രാജ്യത്തിന് വിശ്വാസത്തിന്റെ പേരിൽ, മതത്തിന്റെ പേരിൽ ജനങ്ങളെ ഒന്നിപ്പിച്ചു നിർത്താൻ കഴിയില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് പാകിസ്ഥാനും 1970-ൽ പാകിസ്ഥാൻ പിളർന്ന് ബംഗ്ലാദേശ് ഉണ്ടായ സംഭവവും സൂചിപ്പിക്കുന്നത്. ഇന്ത്യ ഒരു മതരാഷ്ട്രമായാൽ പാകിസ്ഥാന്റെ ഗതിയാകും ഇന്ത്യക്ക് വരാൻ വേണ്ടി പോകുന്നത്. പാകിസ്ഥാൻ എങ്ങനെ പിളർന്നോ സമാനമായ രൂപത്തിൽ മതരാഷ്ട്രമായ ഇന്ത്യയും പിളരും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. ലോകത്ത് എല്ലാ രാജ്യങ്ങളും അവരവരുടെ രാജ്യത്തിന്റെ കവാടങ്ങൾ മുഴുവൻ മനുഷ്യർക്കുമായി തുറന്നിട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ അടുത്ത് ബംഗ്ലാദേശിൽ പോവുകയുണ്ടായി. ബംഗ്ലാദേശ് എന്ന് പറയുന്ന 92% മുസ്ലിങ്ങൾ താമസിക്കുന്ന രാജ്യം അവരുടെ ദേശീയ ഗാനമായി അംഗീകരിച്ചിരിക്കുന്നത് ആരെഴുതിയ വരികളാണ് എന്ന് ഈ നാട്ടിലെ എത്ര പേർക്കറിയാം? ഇന്ത്യയുടെ ദേശീയ ഗാനം രചിച്ച രവീന്ദ്രനാഥ് ടാഗോർ എഴുതിയ വരികളാണ് 92% മുസ്ലിങ്ങളുള്ള ബംഗ്ലാദേശ് അവരുടെ ദേശീയ ഗാനമായി അംഗീകരിച്ചിരിക്കുന്നത്. ഢാക്കയിൽ പോയ സമയത്ത് ഢാക്ക യൂണിവേഴ്സിറ്റിയിൽ ഒരു സന്ദർശനം നടത്തുകയുണ്ടായി ഈ വിനീതൻ.
സർവകലാശാലയുടെ മുറ്റത്ത് ഒരു വലിയ വെണ്ണക്കൽ പ്രതിമ ആകാശം മുട്ടെ ഉയർന്നു നിൽക്കുന്നു. ഞാൻ കരുതി ബംഗ്ലാദേശിന്റെ രാഷ്ട്രപിതാവ് മുജീബ് റഹ്മാന്റെ പ്രതിമയാകും അത് എന്ന്. പക്ഷെ അവിടെ ചെന്ന് നോക്കിയപ്പോഴാണ് മനസ്സിലായത് മുജീബ് റഹ്മാന്റേതല്ല അത്. ആ വെണ്ണക്കൽ പ്രതിമ സ്വാമി വിവേകാനന്ദന്റേതാണ്. ഇന്ത്യയിലെ ഒരു യൂണിവേഴ്സിറ്റിയിൽ, ഒരു സർവകലാശാലയിൽ സ്വാമി വിവേകാനന്ദന്റെ വെണ്ണക്കൽ പ്രതിമ നിങ്ങൾക്ക് ആർക്കെങ്കിലും കാണിച്ചു തരാൻ സാധിക്കും? ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടിട്ടും ആ വെണ്ണക്കൽ പ്രതിമയുടെ നേരെ ഒരു കല്ലെടുത്തെറിയാൻ ആ നാട്ടിൽ ഒരാൾക്കും ധൈര്യമുണ്ടായിട്ടില്ല. ഢാക്ക സർവകലാശാലയിൽ ഞാൻ ചെന്ന ദിവസം ഒരു ചൊവ്വാഴ്ചയോ ബുധനാഴ്ചയോ ആയിരുന്നു. അന്ന് ക്യാമ്പസ് അടഞ്ഞുകിടക്കുകയാണ്. ഞാൻ ചോദിച്ചു, ഇന്ന് മുസ്ലിങ്ങളുടെ വിശേഷാൽ ദിവസങ്ങളൊന്നുമല്ലല്ലോ, പിന്നെ എന്തിനാണ് കോളേജ് ക്യാമ്പസ് അടഞ്ഞുകിടക്കുന്നത്? അപ്പോഴാണ് ഞാൻ ആദ്യമായി അറിഞ്ഞത് ബംഗ്ലാദേശ് എന്ന് പറയുന്ന 92% മുസ്ലിങ്ങൾ താമസിക്കുന്ന രാജ്യത്ത് 10 ദിവസം കോളേജുകൾക്കും സ്കൂളുകൾക്കും അവധി. ചെറിയ പെരുന്നാളിനോടനുബന്ധിച്ചോ വലിയ പെരുന്നാളിനോടനുബന്ധിച്ചോ അല്ല, ഢാക്കയിലെ പ്രസിദ്ധമായിട്ടുള്ള ഢാക്കേശ്വരി ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ചാണ്. ഢാക്കേശ്വരി ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ചാണ് ബംഗ്ലാദേശ് എന്ന് പറയുന്ന മഹാഭൂരിപക്ഷം മുസ്ലിങ്ങൾ താമസിക്കുന്ന രാജ്യത്ത് സ്കൂളുകൾക്കും കോളേജുകൾക്കും 10 ദിവസം അവധി. ഞാൻ പല ആളുകളെയും അവിടെ വെച്ച് കണ്ടുമുട്ടുകയുണ്ടായി. അതിലൊരാളാണ് ബംഗ്ലാദേശ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ, ലേബർ പാർട്ടിയുടെ നേതാവായിട്ടുള്ള റാഷിദ് ഖാൻ. റാഷിദ് ഖാനുമായി പാർലമെന്റ് ഹൗസിന്റെ പ്രത്യേക ലോഞ്ചിൽ വെച്ച് ഞങ്ങൾ സംസാരിച്ചു. ഒരുപാട് സംസാരം കഴിഞ്ഞ് ഞങ്ങൾ പിരിഞ്ഞു പോരുമ്പോ അദ്ദേഹം തന്റെ പോക്കറ്റിൽ നിന്ന് ഒരു വിസിറ്റിംഗ് കാർഡ് എടുത്ത് എന്റെ നേരെ നീട്ടി. ആ വിസിറ്റിംഗ് കാർഡ് ഞാൻ നോക്കിയപ്പോ അത്ഭുതപ്പെട്ടു. ആ വിസിറ്റിംഗ് കാർഡിൽ എഴുതിയിരുന്നത് റാഷിദ് ഖാൻ മേനോൻ എന്നാണ്. എന്താണ് മേനോൻ എന്നുള്ളത് റാഷിദ് ഖാന്റെ പേരിന്റെ ശേഷം വന്നത് എന്ന് ഞാൻ ജിജ്ഞാസയോടുകൂടി അദ്ദേഹത്തോട് ചോദിച്ചു. അപ്പോഴാണ് അദ്ദേഹം ആ കഥ എന്നോട് പറഞ്ഞത്. അദ്ദേഹത്തിന്റെ പിതാവ് അബ്ബാസ് ഖാൻ അവിഭക്ത പാകിസ്ഥാന്റെ പാർലമെന്റിന്റെ സ്പീക്കറായിരുന്നു. അബ്ബാസ് ഖാനും റാഷിദ് ഖാന്റെ പിതാവ് അബ്ബാസ് ഖാനും ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രിയായിരുന്ന VK കൃഷ്ണമേനോനും, റാഷിദ് ഖാൻ മേനോന്റെ പിതാവ് അബ്ബാസ് ഖാൻ VK കൃഷ്ണമേനോന്റെ അടുത്ത സുഹൃത്തായിരുന്നു. VK കൃഷ്ണമേനോൻ പെട്ടെന്നാണ് മരണപ്പെടുന്നത്. തന്റെ സുഹൃത്തിന്റെ പെട്ടെന്നുള്ള മരണം അബ്ബാസ് ഖാനെ വല്ലാതെ വേദനിപ്പിച്ചു. അദ്ദേഹം തന്റെ സ്നേഹിതനോടുള്ള ആദര സൂചകമായി VK കൃഷ്ണമേനോനിലെ മേനോൻ തന്റെ മകൻ റാഷിദ് ഖാന്റെ പേരിനോട് ചേർത്തു. അങ്ങനെയാണ് റാഷിദ് ഖാൻ മേനോനായി മാറിയത്. രാജ്യാതിർത്തികൾക്കപ്പുറം സ്നേഹത്തിന്റെയും സൗഹൃദത്തിന്റെയും തലങ്ങൾ വികസിക്കുമ്പോൾ ഇന്ത്യക്ക് മാത്രമായി എങ്ങനെയാണ് കുടുസാകാൻ വേണ്ടി കഴിയുക? നമ്മൾ പിന്തിരിപ്പൻ രാജ്യങ്ങൾ എന്നൊക്കെ കരുതുന്ന രാഷ്ട്രങ്ങൾ പോലും വളരെ വിശാലമായി ചിന്തിച്ചിരുന്ന ഇന്ത്യ കുടുസാകുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. സൗദി അറേബ്യ, നമുക്ക് സൗദി അറേബ്യയെ കുറിച്ച് ഒരു ധാരണയുണ്ടല്ലോ. ആ ധാരണ തെറ്റാണ് എന്ന് ബോധ്യപ്പെടുത്തുന്നതല്ലേ സമീപകാലത്ത് അവിടെ നിന്ന് വരുന്ന വാർത്തകൾ വ്യക്തമാക്കുന്നത്? സൗദി അറേബ്യയിൽ ഇക്കാലം എത്രയും സ്ത്രീകൾക്ക് ഡ്രൈവിംഗ് ലൈസൻസിന് അപേക്ഷിക്കാൻ കഴിയുമായിരുന്നില്ല. ആ നിയമം അവർ മാറ്റി. ആയിരക്കണക്കിന് സ്ത്രീകളാണിപ്പോ ആ രാജ്യത്ത് ഡ്രൈവർമാരായി വന്നിരിക്കുന്നത്. സൗദി അറേബ്യ ഏതാണ്ട് 1-2 വർഷം മുമ്പ് വരെ ഒരു വനിതയെ അവരുടെ രാഷ്ട്രത്തിന്റെ പ്രതിനിധിയായി ലോകത്തൊരു രാജ്യത്തേക്കും നിയോഗിച്ചിരുന്നില്ല.
എന്നാൽ റീത്ത ബിൻത് രാജകുമാരിയെ സൗദി അറേബ്യ അവരുടെ അംബാസഡറായി അമേരിക്കയിലേക്ക് നിയമിച്ചത് പത്രത്തിൽ നമ്മൾ വായിച്ചതാണ്. ഏതാണ്ട് 2-3 വർഷം മുമ്പ് വരെ ലോകത്തിന്റെ നാനാ ദിക്കുകളിൽ നിന്നും സ്ത്രീകൾക്ക് ഹജ്ജിന് പോകണമെങ്കിൽ തന്റെ രക്തബന്ധത്തിൽപ്പെട്ട ഒരു പുരുഷന്റെ കൂട്ട് വേണമായിരുന്നു. സൗദി അറേബ്യ ആ നിയമം മാറ്റി 4 സ്ത്രീകൾ ഒരുമിച്ച് ഹജ്ജിന് വേണ്ടി അപേക്ഷിച്ചാൽ ഒരു പുരുഷന്റെയും കൂട്ടില്ലാതെ ഹജ്ജിന് പോകാൻ സൗദി അറേബ്യ അനുമതി നൽകിക്കൊണ്ട് വിജ്ഞാപനം പുറപ്പെടുവിച്ചു. സൗദി അറേബ്യയിൽ ഇതുവരെ തിയേറ്ററുകൾ ഉണ്ടായിരുന്നില്ല, സിനിമാശാലകൾ ഉണ്ടായിരുന്നില്ല. സമീപകാലത്താണ് നിരവധി തിയേറ്ററുകൾ സൗദി അറേബ്യയിൽ പ്രവർത്തനം തുടങ്ങിയത്. സൗദി അറേബ്യ വിശാലമായി ചിന്തിക്കുന്നു. എന്തിനധികം പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ഖബറിടം സ്ഥിതി ചെയ്യുന്ന, റൗള ഷരീഫ് സ്ഥിതി ചെയ്യുന്ന മദീന മുനവറ, ആ മദീനയിലേക്ക്, മദീന മുനവറയിലേക്ക് മറ്റു മതസ്ഥർക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ല. ആ നിയമവും സൗദി അറേബ്യ മാറ്റി. മദീനയുടെ കവാടങ്ങൾ എല്ലാ മതസ്ഥർക്കുമായി തുറന്നുകൊടുത്തു. ഇന്ത്യയിൽ നിന്ന് പോയ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി സ്മൃതി ഇറാനിയും കേരളത്തിൽ നിന്നുള്ള BJPയുടെ നേതാവും മന്ത്രിയുമായിട്ടുള്ള മുരളീധരനും മദീന പോയി കണ്ടില്ലേ? നിങ്ങൾക്ക് ഓർമ്മയില്ലേ? തദ്ദേശ വകുപ്പിന്റെ ചുമതല വഹിച്ചിരുന്ന സമയത്ത് മന്ത്രി എന്നുള്ള നിലയിൽ ശബരിമലയിലെ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാൻ വേണ്ടി, അവിടെ തീർത്ഥാടകർക്ക് സൗകര്യമൊരുക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ കൂടെ ഡോക്ടർ തോമസ് ഐസക്കും ഉണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അവരുടെയൊക്കെ കൂടെ ഞാനും പോയി ശബരിമലയിൽ. അന്നാണ് ഈ മുരളീധരൻ ചോദിച്ചത്, ജലീലിന് ശബരിമലയിൽ എന്ത് കാര്യം എന്ന്. പക്ഷേ മുരളീധരനോട് നമ്മൾ ആരും ചോദിച്ചില്ല, മുരളീധര താങ്കൾക്ക് എന്താണ് മദീനത്ത് കാര്യം? ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രവാചകൻ അന്ത്യവിശ്രമം കൊള്ളുന്ന ഭൂമിയിൽ അങ്ങേക്ക് എന്ത് കാര്യമെന്ന് നമ്മൾ ആരും ചോദിച്ചില്ല. അതാണ് സംഘികളും സംഘികളല്ലാത്തവരും തമ്മിലുള്ള വ്യത്യാസം. അത് മനസ്സിലാക്കാൻ സംഘികൾക്ക് എന്ന് കഴിയുന്നു, അന്നേ ഈ രാജ്യത്തിന് മോചനവും മുക്തിയും ഉണ്ടാകും. ലോകത്തിലെ ഏറ്റവും വലിയ ക്ഷേത്രങ്ങളിൽ ഒന്ന് UAE-യിലല്ലേ പണിതിരിക്കുന്നത്? UAE-യിലെ ബാഗ്സ് ക്ഷേത്രം ഞാൻ സന്ദർശിച്ചു ഏതാനും ദിവസങ്ങൾക്ക് മുൻപ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് അത് ഉദ്ഘാടനം ചെയ്തത്. അവിടെ ചെന്ന് അവിടുത്തെ ഭരണകർത്താക്കളോട് പറഞ്ഞു, ഒരു ക്ഷേത്രം ഉണ്ടാക്കണം, അതിന് 2.5 ഏക്കർ സ്ഥലം വേണം. 2.5 ഏക്കർ സ്ഥലത്ത് എന്ത് ക്ഷേത്രം? അവര് പറഞ്ഞു 5 ഏക്കർ സ്ഥലം പിടിച്ചോ. പക്ഷെ എല്ലാം ഉണ്ടാക്കി വന്നപ്പോ, അതിന്റെ പ്ലാനും സ്കെച്ചും എല്ലാം ഉണ്ടാക്കി വന്നപ്പോ 13.5 ഏക്കർ സ്ഥലം വേണ്ടി വന്നു. അപ്പോ ഷെയ്ഖ് ചോദിച്ചു, അവിടുത്തെ സുൽത്താൻ ചോദിച്ചു, എവിടെയാണ് നിങ്ങൾ ഈ ക്ഷേത്രത്തിന്റെ പാർക്കിംഗ് ഉദ്ദേശിക്കുന്നത്? അപ്പൊ പറഞ്ഞു അവര്, അത് ക്ഷേത്രത്തിന്റെ താഴെയാണ് ഉദ്ദേശിക്കുന്നത്. ആ സമയത്ത് സുൽത്താൻ പറഞ്ഞു, ഒരു ആരാധനാലയത്തിന്റെയും അടിഭാഗത്ത് പാർക്കിംഗ് പാടില്ല. അതുകൊണ്ട് പാർക്കിങ്ങിന് 13.5 ഏക്കർ അധികമായി അനുവദിച്ചിരിക്കുന്നു. അങ്ങനെ 27 ഏക്കർ സ്ഥലത്ത് സൗജന്യമായി കൊടുത്ത സ്ഥലത്താണ് ബാഗ്സ് ക്ഷേത്രം പണിതുയർത്തിയിരിക്കുന്നത് അബുദാബിയിൽ. ലോകം വിശാലമാകുമ്പോ, ലോകത്തുള്ള മനുഷ്യരുടെ മനസ്സുകൾ വിശാലമാകുമ്പോ ഇന്ത്യക്ക് മാത്രമായി എങ്ങനെ ചുരുങ്ങാൻ വേണ്ടി കഴിയും? ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി ജയശങ്കർ അമേരിക്ക സന്ദർശിച്ച സമയത്ത് അദ്ദേഹത്തോട് അവിടുത്തെ പത്രക്കാര് ചില ചോദ്യങ്ങൾ ചോദിച്ചു. മിസ്റ്റർ ജയശങ്കർ, നിങ്ങളുടെ രാജ്യത്ത് ചർച്ചുകൾ ആക്രമിക്കപ്പെടുന്നു, ക്രൈസ്തവർ അതിക്രമങ്ങൾക്ക് വിധേയരാകുന്നു. ഞങ്ങളുടെ രാജ്യമായിട്ടുള്ള അമേരിക്കയിൽ എത്ര ഇന്ത്യക്കാരുണ്ട്? ഇന്ത്യയിൽ നിന്ന് എത്ര ഹിന്ദുക്കൾ, എത്ര മുസ്ലിങ്ങൾ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്? ഇവിടെ നിരവധി ക്ഷേത്രങ്ങളുണ്ട്.
ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിന്റെ നേർക്ക് ആരെങ്കിലും ഒരാൾ ഒരു കല്ലെടുത്തെറിഞ്ഞു എന്ന് അങ്ങേക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ? ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രിക്ക് ഉത്തരം ഉണ്ടായിരുന്നില്ല പറയാൻ. അവര് ചോദിച്ചു, ഞങ്ങളുടെ രാജ്യത്ത് നിരവധി ഇന്ത്യക്കാരുണ്ട്, ഏതെങ്കിലും ഒരു ഇന്ത്യക്കാരനെ ഏതെങ്കിലും ഒരു അമേരിക്കക്കാരൻ അതിക്രമം നടത്തി അടിച്ചു, തൊഴിച്ചു, കൊന്നു എന്ന് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ ഈ രാജ്യത്ത് നിന്ന്? ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി നിസ്സഹായനായി നിൽക്കുക മാത്രമാണ് ചെയ്തത്. ഇവിടുത്തെ ക്രൈസ്തവ വിദ്യാലയങ്ങൾ, ക്രൈസ്തവ സ്ഥാപനങ്ങൾ ആളുകളെ മതപരിവർത്തനം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് എന്ന് സംഘപരിവാരങ്ങൾ പ്രചരണം നടത്തിയ സന്ദർഭമായിരുന്നു അത്. ആ ഘട്ടത്തിലാണ് അവിടുത്തെ പത്രക്കാർ ചോദിച്ചത്, മിസ്റ്റർ ജയശങ്കർ, താങ്കൾ പഠിച്ചത് ഡൽഹിയിലെ സെന്റ് സ്റ്റീഫൻസ് കോളേജിലല്ലേ? താങ്കളുടെ പഠനകാലത്ത് ഏതെങ്കിലും ഒരു അച്ഛൻ, ഏതെങ്കിലും ഒരു ഫാദർ താങ്കളോട് പറഞ്ഞിട്ടുണ്ടോ മതം മാറ്റത്തെ കുറിച്ച്? മതം മാറുന്നതിനെ കുറിച്ച് അങ്ങയോട് സംസാരിച്ചിട്ടുണ്ടോ? ഒരു ഉത്തരവും ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രിക്ക് ഉണ്ടായിരുന്നില്ല. പ്രിൻസ്റ്റൺ സർവകലാശാലയിൽ ഞാൻ പോയ സമയത്ത് അവിടുത്തെ ചരിത്ര പ്രധാനമായിട്ടുള്ള ചർച്ച് സന്ദർശിക്കുകയുണ്ടായി. ആ ചർച്ചിലെ മേലാധികാരി എന്നോട് പറഞ്ഞത്, ഈ ചർച്ച് ഞങ്ങൾ എല്ലാ മതസ്ഥർക്കും വാടകയ്ക്ക് കൊടുക്കാറുണ്ട് എന്നാണ്. ക്രിസ്ത്യൻ ചർച്ച് മുസ്ലിങ്ങൾക്ക് വാടകയ്ക്ക് കൊടുക്കുന്നു, ഹിന്ദുക്കൾക്ക് വാടകയ്ക്ക് കൊടുക്കുന്നു. ലോകം അത്രമാത്രം വികസിക്കുകയും ഉയർന്നും ഉണർന്നും ചിന്തിക്കുകയും ചെയ്യുന്ന കാലത്താണ് നരേന്ദ്രമോദിയും അമിത്ഷായും പറയുന്നത്, നീ ക്രിസ്ത്യാനിയാണോ, നീ മുസ്ലിമാണോ, നീ ഹിന്ദുവാണോ, നീ സിഖുകാരനാണോ എന്ന ചോദ്യം ചോദിച്ചുകൊണ്ട് പൗരത്വത്തിന് കോപ്പ് കൂട്ടുന്നത്. എന്താണ് പൗരത്വ ഭേദഗതി നിയമം? ലോകത്തെവിടെയെങ്കിലും പൗരത്വത്തിന് മതം ഒരു മാനദണ്ഡമായി സ്വീകരിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു രാജ്യത്ത്? നിങ്ങൾ സൗദിയിൽ പോയി നോക്കൂ. അവിടെ സൗദി പൗരന്മാരായിട്ടുള്ള ജൂതമത വിശ്വാസികളുണ്ട്. അവിടെ ക്രൈസ്തവ മതവിശ്വാസികളായ സൗദി പൗരന്മാരുണ്ട്. വല്ല നിരോധനവും ഉണ്ടോ അവർക്ക്? UAE-യിലില്ലേ മതന്യൂനപക്ഷങ്ങൾ? ലോകത്തേത് രാജ്യത്താണ് മതം അടിസ്ഥാനമാക്കി പൗരത്വം കൊടുക്കുന്ന രീതി അവലംബിക്കുന്നത്, നിലനിൽക്കുന്നത്? ഒരു രാജ്യത്തും നിലനിൽക്കുന്നില്ല. ഇന്ത്യയിലും നിലനിന്നിരുന്നില്ല. എന്നാൽ ഇന്ന് പുതിയതായി കൊണ്ടുവന്നിരിക്കുന്ന പൗരത്വ ഭേദഗതി നിയമത്തിലൂടെ ഇന്ത്യൻ പൗരത്വത്തിന് മതം മാനദണ്ഡമാക്കുകയാണ്. പാകിസ്ഥാനിൽ നിന്ന്, ബംഗ്ലാദേശിൽ നിന്ന്, അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് കുടിയേറി പാർത്ത എല്ലാ മതവിഭാഗക്കാർക്കും ഇന്ത്യ പൗരത്വം നൽകും. മുസ്ലിങ്ങൾക്കൊഴികെ. മുസ്ലിങ്ങൾക്ക് പൗരത്വം നൽകില്ല. എന്താ അതിന്റെ കാരണം? അത് വ്യക്തമാക്കാൻ അമിത്ഷാക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഇന്ത്യയുടെ പാർലമെന്റിൽ നരേന്ദ്രമോദിക്ക് സാധിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തു എന്ന് പറയാൻ? ശ്രീലങ്കയിൽ നിന്ന് കുടിയേറി പാർത്ത ഹിന്ദുക്കൾക്ക് നിങ്ങൾ എന്തുകൊണ്ടാണ് പൗരത്വം കൊടുക്കാത്തത്? ശ്രീലങ്കയിൽ നിന്ന് കുടിയേറി പാർത്ത ഹിന്ദുക്കൾക്ക് എന്തുകൊണ്ടാണ് നിങ്ങൾ പൗരത്വം കൊടുക്കാത്തത്? കാരണമുണ്ട്. ശ്രീലങ്കയിൽ നിന്ന് കുടിയേറി പാർത്ത ഹിന്ദുക്കളിൽ 90% തമിഴന്മാരാണ്, തമിഴ് ഹിന്ദുക്കളാണ്. അവരുടെ വോട്ട് BJPക്ക് കിട്ടില്ല. അതുകൊണ്ട് ആ ഹിന്ദുക്കൾക്ക് പൗരത്വം കൊടുക്കില്ല.